ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ള ജമ്മുവിലാണ്. കാശ്മീരിൽ നിന്ന് ഇന്ന് രാവിലെ എത്തി. കാരണം കാശ്മീരിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷേങ്കിൽ 3-4 ദിവസം കൊണ്ടൊന്നും കണ്ടാൽ തീരാത്ത കാഴ്ചകൾ കേട്ടോ. അപ്പം എന്തായാലും പോയിട്ട് ഒരു വരവ് കൂടി ഞാൻ വരും. അപ്പം ഇപ്പോൾ ഉള്ളത് ജമ്മുവിലാണ്. ജമ്മുവിലൊരു കൊറിയർ കമ്പനിയുടെ അടുത്തുള്ളത്. അപ്പം ഞാൻ ശരിക്കും ജമ്മുവിൽ നിന്ന് വണ്ടി കണ്ണൂരേക്ക് കാർഗോ അയക്കുകയാണ് ചെയ്തത്. ഞാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല. കേരള ടു കാശ്മീർ ചെയ്ത് തിരിച്ച് ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയി വണ്ടി അവിടുന്ന് പാർസൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഡൽഹിയിൽ വിളിച്ചു ചോദിച്ചപ്പം ഡൽഹിയിൽ മുടിഞ്ഞ റേറ്റ് 4500-5000 രൂപ ഡൽഹിയിൽ വരാം. ജമ്മുവിൽ ചോദിച്ചപ്പോൾ 3500 രൂപയ്ക്ക് ജമ്മുവിൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവിടെ കാർഗോ ചെയ്യുന്നത്, എത്രയാണ് എക്സ്പെൻസ് വരുന്നത്, മുതലായ കാര്യങ്ങൾ കേട്ടോ. സോ ഇതാണ് ഇവരെ സേഫ് എക്സ്പ്രസ് കേട്ടോ. ഇവിടെയാണ് കൊണ്ടുവച്ചത്, ജമ്മുവിലാണ്. അപ്പം ഇതിന് മെയിനായിട്ട് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യേണ്ടതെന്നുള്ളത് അതൊക്കെ അവർ ചെയ്തോളും. ഞാനതിന് മിറർ അയച്ചെടുത്തിട്ടുണ്ട്, 2 മിററും അയച്ചെടുത്തു. പിന്നെ നമ്മുടെ മൊബൈൽ ഹോൾഡർ അതും അയച്ചെടുത്തു. ബോട്ടിലും കാര്യങ്ങളൊക്കെ വണ്ടി അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ ടെൻറ്റ് അതുപോലെ സ്ലീപ്പിംഗ് ബാഗ്, ഈ 2 കാര്യങ്ങളും അവർ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ എടുക്കും. പിന്നെ ഈ ട്രങ്കിനടിയിൽ എൻ്റെ കുറച്ച് ഡ്രസ്സുകളുണ്ട്, അത് നാട്ടിൽ പോയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടോ. പിന്നെ വാഷും ചെയ്തിട്ടുണ്ട്, അങ്ങനെ തന്നെ മതി. നമ്മുടെ കയറും കാര്യങ്ങളൊക്കെ കാരണം ഇവർ പൊക്കൂല, സാധനങ്ങളൊന്നും പോലെന്ന് അവർ അത്ര ഉറപ്പ് വരുന്നുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിന് ചാർജ് വരുന്നത് എന്താ പറയുക, 150cc വണ്ടിക്ക് താഴെയൊക്കെ ആണെങ്കിൽ 5000 രൂപയാണ് ചാർജ് വരുന്നത്. ഓക്കെ, ബുള്ളറ്റിനൊക്കെയാണ് മുടിഞ്ഞ് വരിക 6000 സംതിങ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിലെനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു 3500 അവർ തീർത്ത് തന്നിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവനെ പരിചയപ്പെടുത്തിയ ആളില്ല, നമ്മുടെ ചങ്ക് ബ്രോ ഇല്ലേ, നമ്മൾ അന്ന് എപ്പിസോഡ് കണ്ട ലഡാക്ക് സ്പെഷ്യലിസ്റ്റ്, മൂപ്പരെ പരിചയപ്പെടുത്തി. അപ്പോൾ മൂപ്പരെ കെയർ ഓഫിലാണ് ഡയറക്റ്റ് ഇട്ടത് കേട്ടോ. ഞാൻ ഒരുപാട് ചോദിച്ചു എന്തെങ്കിലും ഡിസ്കൗണ്ട് കൂടി കിട്ടുമോ എന്നുള്ളത്. കാരണം എന്തെങ്കിലും നമ്മൾ പരസ്യം കൊടുക്കാമല്ലോ, നമുക്ക് നടക്കുന്നില്ല, ഓരോരോ കമ്പനി പോളിസിയാണ് പറ്റില്ല. 3500 ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ന് 20-ാം തീയതിയാണ്, 10 ദിവസം കൊണ്ട് എത്തുന്നതാണ് പറയുന്നത്. സോറി, ഇന്ന് 21 കേട്ടോ. ഇന്ന് 20-ാം തീയതി നിന്ന് 10 ദിവസം കൊണ്ട് എത്തുന്നതാണ് ഇവർ പറയുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഇപ്പോൾ കൊടുത്ത് ഇനി നമുക്ക് കണ്ണൂർ ഈ വണ്ടി എത്തുമ്പോൾ, കണ്ണൂർ കണക്കാണ് വരുന്നത്, ഇരിട്ടിയിലേക്കല്ല, കണ്ണൂർ ഈ വണ്ടി എത്തുമ്പോൾ എങ്ങനെയാണ് ഈ വണ്ടിയുടെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ജസ്റ്റ് ഇപ്പം നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഒന്നും കൂടി വാക്കർ വണ്ടി കേട്ടോ. ഇതാണ് ഇപ്പോൾ ഉള്ളത് പോലെ. പിന്നെ ചാവി അതുപോലെ ഞാൻ ഊരിയിട്ട് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ചാവി അവർക്ക് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത്. പെട്രോള് ഒരു 4 ലിറ്ററോളം പെട്രോളും വണ്ടിയിലുണ്ട്. അപ്പം പിന്നെ ഇവരിനി ഏത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഇവർ പാക്ക് ചെയ്യും. സാധാരണ നമ്മൾ ട്രെയിനിലൊക്കെയാണ് കാർബോർഡൊക്കെ വെച്ചിട്ട് വൃത്തിയായിട്ട് രീതിയിൽ പാക്ക് ചെയ്യും. ഇവരങ്ങനെയല്ല, ഇവർ നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ ബൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള വണ്ടിയിലാണ് കൊറിയർ ചെയ്യുന്നത്, അതല്ല ട്രെയിനിലല്ല ചെയ്യുന്നത്, വണ്ടിയിലാണ് കൊറിയർ ചെയ്യുന്നത് കേട്ടോ. നമ്മളെവിടെയും സ്ക്രാച്ചും കാര്യങ്ങളും തട്ടും മുട്ടലും ഒന്നുമില്ല, അതുപോലെ തന്നെയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് കണ്ണൂർ ഈ വണ്ടി എത്തിയാലുള്ള കോലാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പം പാക്ക് ചെയ്തിട്ട് ഇവർ ഫോട്ടോസൊക്കെ അയച്ചിരുന്നു പറയുന്നുണ്ട്, അതും കൂടി കാണാം. അപ്പോൾ ശരി, കണ്ണൂരേക്ക് പോവാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. ജമ്മുവിൽ നിന്ന് കണ്ണൂരെത്താൻ നിങ്ങൾക്ക് 1 സെക്കൻഡേ വേണ്ടി വന്നിട്ടു. പക്ഷേങ്കിൽ എനിക്ക് ഏകദേശം 8 ദിവസത്തോളം ടൈം എടുത്തതോ. കാരണം 23-നായിരുന്നു നമ്മൾ ഈ വണ്ടി അവിടെ നിന്ന് കൊറിയർ ചെയ്തത്. 25-നാണ് അവർ ജമ്മുവിൽ നിന്ന് വിട്ടത് വണ്ടി ഇങ്ങോട്ടേക്ക്. ഇന്ന് ഡേറ്റ് 1-ാം തീയതിയാണ്. 1-ാം തീയതി നമുക്ക് വണ്ടി ഇവിടെ കണ്ണൂർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാസിയുടെ കൂടെ ഇതാണ് വണ്ടി. നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു, യാതൊരു തരത്തിലുള്ള പാക്കിങ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പാക്ക് ചെയ്ത് മൊത്തം പൊതിഞ്ഞ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്ക്രാച്ച് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഫ്രണ്ടും ബാക്കും മുഴുവനും പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിലിപ്പോൾ ഇവർ തന്നെ പാക്ക് ചെയ്തോ. നമ്മളതിന് പാക്കിംഗ് ചാർജ് കൊടുത്തിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ഇപ്പോൾ ഉള്ളത് ശരിക്കും ഈ ഒരു സേഫ് എക്സ്പ്രസിൻ്റെ കണ്ണൂർ എടക്കാടുള്ള അവരുടെ ഓഫീസിലാട്ടോ. ഈ വണ്ടിയിലാണ് സാധനം വന്നത്. അവരെന്നെ വിളിച്ചു, ഞാൻ ഇവിടെ വന്നു. തുറന്നു നോക്കാം. അപ്പോൾ നമ്മളിതിൽ ഓപ്പൺ ആക്കട്ടെ കേട്ടോ. ഇവരെന്നെ നമുക്ക് വേണ്ടി പൊളിച്ചു തരുന്നില്ല, കാരണം ഭയങ്കരമായിട്ട് അവർ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ടെന്നാലും വിളിക്കാൻ വേണ്ടി തോന്നുന്നില്ല. ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻ്റ് അവിടെ ഉണ്ട്. വണ്ടി ഫിസിക്കലി ഡാമേജ് എന്ന് പറയാൻ ഊരിക്കുള്ളവർ ഇവിടെ നമ്മളെ ബ്രേക്ക് ലിവർ പൊട്ടിപ്പോയിട്ടുണ്ട്.
അത് എന്താണെന്നല്ല, അവർ പാക്കിങ് നല്ല അടിപൊളി പാക്കിങ്, പക്ഷെ എന്നിട്ടും ആ ബ്രേക്ക് ലിവർ പൊട്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഈ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നുമില്ല, ബോഡി ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. മിറർ ഞാൻ അയച്ചു വെച്ചിരുന്നു, മിറർ ഇതിൻ്റെ അകത്തുള്ളത്, അതുകൊണ്ട് അത് ഡാമേജ് ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ ഓക്കെയാണ്. ഓക്കെ, ഇതും ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു പീസും പിന്നെ ഇതിൻ്റെ ഇതൊരു ഡാമേജ് വന്നിട്ടുണ്ട്. അതുപോലെ അതും 2 പീസാണ് മൊത്തത്തിൽ ഡാമേജ് വന്നിട്ടില്ല കേട്ടോ, വേറെ കുഴപ്പമില്ല, അത് ഒരു ഡാമേജ് തന്നെയാണ്. അപ്പം ഇതാണ് വണ്ടിയുടെ നിലവിലത്തെ അവസ്ഥ കേട്ടോ. ഞാനിവിടെ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആകെ ബ്രോക്കൺ ആയത് ഒന്ന് ബ്രേക്ക് ലിവറാണ്. അത് എനിക്ക് തോന്നുന്നു ബ്രേക്ക് ലിവറും മിററും പല വണ്ടിക്കും പൊട്ടുന്നവർ കാണുന്നുണ്ട് പാക്കിങ് സമയത്തൊക്കെ ആയിരിക്കും. പിന്നെയുള്ളത് ഈ ഒരു എക്സോസ്റ്റിൻ്റെ സൈഡിലത്തെ ആ ഒരു പ്ലാസ്റ്റിക്കും. അപ്പം ഇത് വണ്ടിയുടെ അകത്തൊക്കെ വെക്കും ജാമാകുന്നുണ്ടായിരിക്കും. എന്നാലും 3500 രൂപയ്ക്ക് ജമ്മുവിൽ നിന്ന് ഇവിടെ എത്തി, ലാഭമാണ്. ഒരു 10-200 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ 300 ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ സംഭവം. ട്രെയിനിൽ കയറ്റുമ്പോൾ ഏകദേശം എത്ര ദിവസം എടുക്കുന്നത് എനിക്കറിയില്ല, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ കൊറിയർ ചെയ്യുമ്പോൾ നമുക്ക് 3500 രൂപയ്ക്ക് നമുക്ക് 8 ദിവസം കൊണ്ട് സാധനം, 7 ദിവസം കൊണ്ട് സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ണൂർ എടക്കാടാണ് സേഫ് എക്സ്പ്രസ് കേട്ടോ ഇവരുടെ പേര്. ഒരുപാട് കമ്പനികൾ എന്തായാലും ഇതുപോലെ കൊറിയർ സർവീസ് നടത്തുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ട്രെയിനുമായിട്ട് എനിക്ക് ബന്ധമില്ലാത്തതുകൊണ്ടായിരിക്കാം, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾ വണ്ടി കൊറിയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല കേട്ടോ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. കാരണം മേജർ ഇഷ്യൂസൊക്കെ വന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം. ഇതിന് ചെറിയ ഇഷ്യൂസാണ് ഒഴിവാക്കി. കാരണം എന്തായാലും നേരെ ഹോണ്ടയുടെ സർവീസ് സെൻ്ററിൽ കൊണ്ടൊക്കെയായിരുന്നു, അവിടുന്ന് അവരെന്തായാലും ആ സാധനം മാറ്റിത്തരും. പിന്നെ നമ്മളതിൻ്റെ പുറത്ത് മെനക്കിടുന്നത് അല്ലേ. അപ്പം എന്താ പറയുക. അപ്പോൾ ശരി ഗൈസ്, എല്ലാവരോടും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. കാശ്മീരി വീഡിയോസ് എല്ലാം തീർന്നു എന്നറിയാം. ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. എല്ലാവരും നമുക്ക് അടുത്ത കേരള ടു യൂറോപ്പാണ് അടുത്ത ട്രിപ്പ് വരുന്നത്. കേരളത്തിൽ നിന്നും ലോകത്തേക്ക് ഒരു ബൈക്കിലാണ് യാത്ര, അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. സപ്പോർട്ടൊക്കെ വേണം കേട്ടോ, കൂടെ ഉണ്ടാവണം എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ പറടാ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.